പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ ദിവസം ഒരു സംഭവിച്ച ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോകം ഒന്നാകെ സംസാരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്, ഒരു യുദ്ധം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. ലോകത്ത് വീണ്ടും ശാന്തി വരുന്നു എന്നുള്ളത്, ലോകത്ത് അശാന്തി പടർത്തിയ ഒരു യുദ്ധം അവസാനിക്കുന്നു എന്നുള്ളതായിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള 3 മാസത്തിലേറെ നീണ്ടുനിന്ന യുദ്ധത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ചരിത്രപരമായ സമാധാന കരാറിൽ ധാരണയായിരിക്കുകയാണ്. ജൂൺ മാസം 19-ന് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് സമാധാന കരാർ ഔദ്യോഗികമായി ഒപ്പുവയ്ക്കാൻ പോവുകയാണ്. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലെയും സൈനിക നീക്കങ്ങൾ ഉടമ്പടി സ്ഥിരമായി അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. ഇറാന് നേരെയുള്ള നാവിക ഉപരോധം അമേരിക്ക ഉടനടി നീക്കും. ലോകത്തെ പ്രധാന എണ്ണക്കടത്തുപാതയായ ഹോർമൂസ് കടലിടുക്ക് ഗതാഗതത്തിന് വേണ്ടി തുറന്നുകൊടുക്കാനും US പ്രസിഡന്റ് ഉത്തരവിട്ടിരിക്കുകയാണ്. നമ്മൾ പരിശോധിക്കുന്നു, സമാധാനം പിറക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പറഞ്ഞതുപോലെ തന്നെ മാസങ്ങൾ നീണ്ട അമേരിക്ക ഇറാൻ യുദ്ധത്തിന് വിരാമമിട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ 60 ദിവസത്തെ ചരിത്രപരമായ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലും കരാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ജൂൺ മാസം 19-ന് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇരു രാജ്യങ്ങളും കരാറിൽ ഔദ്യോഗികമായി ഒപ്പുവയ്ക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇറാന്റെ ഉപവിദേശകാര്യ മന്ത്രി ഖാസിം ഗരീബാബാദിയും അമേരിക്കൻ വൈസ് പ്രസിഡന്റായ JD വാൻസുമാണ് ഈ കരാറിൽ ഒപ്പുവെക്കുക. ഈ ചടങ്ങിൽ, അതായത് ഈ കരാർ ഒപ്പുവെക്കൽ ചടങ്ങിൽ ഡൊണാൾഡ് ട്രംപും പങ്കെടുത്തേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണമില്ല, പക്ഷെ അദ്ദേഹം കൂടി എത്തുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇനി കരാറിലേക്ക് എത്തിയ ഉപാധികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ വന്നിട്ടില്ല. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ അന്തർദേശീയ മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഇറാനിൽ തന്നെ നേർപ്പിക്കാൻ അമേരിക്ക സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കരാർ ഒപ്പിട്ട് 60 ദിവസത്തിനുള്ളിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ തീരുമാനിക്കുമെന്നും അറിയാൻ കഴിയുന്നു. ആണവായുധം നിർമ്മിക്കുകയോ സ്വന്തമാക്കുകയോ ചെയ്യില്ലെന്ന് ഇറാൻ ഉറപ്പു നൽകിയതായും പറയുന്നുണ്ട്. അതേസമയം ഇക്കാര്യം US ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കരാറിൽ ഒപ്പിട്ടതിനു ശേഷം മാത്രമേ, അതായത് 19-ാം തീയതി ഈ കരാറിൽ ഒപ്പിട്ടതിനു ശേഷം മാത്രമേ വ്യവസ്ഥകൾ ഔദ്യോഗികമായി പുറത്തുവിടുകയുള്ളൂ. അപ്പോഴേ നമുക്കും പൂർണ്ണ അർത്ഥത്തിൽ എന്തൊക്കെയായിരുന്നു ഇവരുടെ ഉപാധികൾ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ഇനി കരാറിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന മറ്റ് വ്യവസ്ഥകൾ കൂടി നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറക്കും എന്നുള്ളതാണ്. ഇറാന് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക പിൻവലിക്കുമെന്നുള്ളതും അറിയാൻ കഴിഞ്ഞു. കരാറിലുള്ള മറ്റ് പ്രധാനപ്പെട്ട വ്യവസ്ഥയായി പറയപ്പെടുന്ന ഒന്ന്, ഹോർമൂസ് കടലിടുക്ക് ഉടൻ തന്നെ തുറക്കും. അതിനൊപ്പം ഇറാന് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക പിൻവലിക്കും. ഇനി അന്തിമ ഉടമ്പടിയിൽ എത്തിയാൽ ഇറാന് മേലുള്ള എല്ലാ ഉപരോധങ്ങളും അമേരിക്ക നീക്കുമെന്നും അറിയാൻ കഴിയുന്നു. അതുവരെ പുതിയ ഉപരോധങ്ങൾ ഇറാന് മേൽ അമേരിക്ക ചുമത്തുകയുമില്ല. ഇറാന്റെ മരവിപ്പിച്ചിരിക്കുന്ന $2500 കോടി വിദേശ ആസ്തി അമേരിക്ക വിട്ടു നൽകുമെന്നും അറിയുന്നു. യുദ്ധത്തിൽ തകർന്ന ഇറാനെ വീണ്ടെടുക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കാനും ഈ ധാരണാപത്രത്തിൽ നിർദ്ദേശങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ ഇതൊക്കെയാണ് ഉപാധികൾ എന്ന് പറയുമ്പോഴും അമേരിക്കൻ പക്ഷം ഇത് തങ്ങളുടെ സൈനിക സമ്മർദ്ദത്തിന്റെ വിജയമായാണ് ചിത്രീകരിക്കുന്നത്. പക്ഷെ അതിനെ ഇറാൻ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളും അതേപോലെ ഭരണകൂടവുമായി വളരെ അടുത്ത ബന്ധമുള്ള നേതാക്കളും ഒക്കെ പറയുന്നത്, അമേരിക്ക മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞതിനു ശേഷം ഇറാൻ സ്വന്തം നിലയ്ക്ക് ഒരു 10 പോയിന്റ് അടങ്ങുന്ന പദ്ധതി, അല്ലെങ്കിൽ 10 ഉപാധികൾ മുന്നോട്ട് വെച്ചു. ഒടുവിൽ അതിനെ അടിസ്ഥാനമാക്കിയാണ് ചർച്ചകളൊക്കെ മുന്നോട്ട് പോയത്. ഇങ്ങനെയാണ് ഇറാന്റെ വാദം. അതുകൊണ്ട് തന്നെ അമേരിക്ക കീഴടങ്ങുകയായിരുന്നു ഞങ്ങൾക്ക് മുന്നിൽ എന്നൊരു രാഷ്ട്രീയ സന്ദേശമാണ് ഇറാൻ സ്വന്തം ജനങ്ങൾക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ ഇറാന്റെ വാദം ഇങ്ങനെയാണെന്നിരിക്കെ ട്രംപ് എന്താണ് പറയുന്നതെന്ന് പരിശോധിച്ചാൽ, മറുവശത്ത് ട്രംപ് പറയുന്നത്, ഇറാന് സംസാരിക്കാതെ വഴിയില്ലായിരുന്നു, ഞങ്ങളോട് സംസാരിക്കാതെ ഇറാന് മറ്റു വഴിയുണ്ടായിരുന്നില്ല. അമേരിക്കൻ ആക്രമണങ്ങൾ ഇറാന്റെ സൈനിക ശേഷിയെ ഗുരുതരമായി ബാധിച്ചുവെന്നും അതുകൊണ്ടാണ് ഇറാൻ ചർച്ചാ മേശയിലേക്ക് വന്നത് എന്നുമാണ് ട്രംപ് പറയുന്ന കാര്യം.
ഈ മാത്രവുമല്ല, ഇതാണ് ഈ സ്റ്റോറിയുടെ, അതായത് ഈ ഡീലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് പറയാൻ കഴിയുന്ന ഒന്ന്. അതായത് ഒരേ കരാറിനെ രണ്ട് രാജ്യങ്ങളും രണ്ട് രീതിയിലാണ് ലോകത്തിന് മുന്നിൽ, അവരുടെ നാടിന് മുന്നിൽ, അവരുടെ ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് അമേരിക്ക പറയുന്നു ഇറാൻ ഞങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന്, ഇറാൻ പറയുന്നു അമേരിക്ക ഞങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചു എന്ന്. ഇതിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന് പരിശോധിച്ചാൽ അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആരാണ് ജയിച്ചത് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തി ഒന്നുമില്ല, മാത്രമല്ല അതിന് ഉത്തരമില്ല എന്നുള്ളതാണ്. യുദ്ധം തുടരുകയാണെങ്കിൽ നോക്കൂ, എണ്ണവില, വ്യാപാരം, കടൽ ഗതാഗതം എന്നിവയ്ക്ക് വലിയ ആഘാതം ഇനിയും ഉണ്ടാകും. പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാതയായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും തുറക്കേണ്ടത് രണ്ട് പക്ഷത്തിൻ്റെയും, അമേരിക്കയുടെയും ഇറാന്റെയും രണ്ടുപേരുടെയും വലിയ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു സൈനിക വിജയം മാത്രമല്ല, സാമ്പത്തികവും നയതന്ത്രപരവുമായ നിർബന്ധിത ധാരണ കൂടിയായിരുന്നു എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ, ഈ ലോക വിദഗ്ധരൊക്കെ ഈ വിഷയത്തിൽ, വിദേശകാര്യ വിദഗ്ധരൊക്കെ ഈ വിഷയത്തെ കണക്കാക്കുകയും അവരുടെ പ്രതികരണവുമൊക്കെ. ഇനി ഇതിൽ നടക്കാനുള്ള കാര്യം എന്താണെന്ന് പരിശോധിച്ചാൽ ഈ പ്രശ്നം ഇതോടെ അവസാനിച്ചു എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയില്ല. കാരണം ആണവ പദ്ധതി, ഉപരോധങ്ങൾ, ഈ മേഖലയിലെ സ്വാധീനം തുടങ്ങിയ വിഷയങ്ങളിൽ ഇപ്പോഴും കടുത്ത അഭിപ്രായ ഭിന്നതകൾ രണ്ടു രാജ്യങ്ങൾക്കിടയിലും തുടരുന്നുണ്ട്. വിശ്വാസക്കുറവും ശക്തമാണ്. അതുകൊണ്ട് തന്നെ സമാധാന കരാർ പ്രഖ്യാപിച്ചാലും മധ്യപൂർവ്വ ഏഷ്യയിലെ ഈ അസ്ഥിരത പൂർണ്ണമായും അവസാനിച്ചു എന്ന് നമുക്ക് ഇനിയും പറയാൻ സമയമായിട്ടില്ല.